ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് നല്ലൊരു മാല ഉണ്ടാക്കിയാലോ? നിങ്ങൾ റെഡിയാണോ? എന്ന് നമുക്ക് തുടങ്ങാം. ഇതിനെന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒരു നൈലോൺ ത്രെഡ് വേണം, പിന്നെ കുറച്ച് വെള്ള കളർ മുത്തുകൾ വേണം, പിന്നെന്താ കണ്ണിന് കമ്മലും ഉണ്ടാക്കിയെടുക്കാം. കമ്മലിൻ്റെ ഫൈൻഡിങ്സൊക്കെ നമ്മൾ എടുത്ത് വയ്ക്കണം. പിന്നെ ഗോൾഡൻ കളർ മുത്ത് എടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ മാലയുടെ ഏറ്റവും തറ്റത്ത് നമ്മൾ അഡ്ജസ്റ്റ് ചേർക്കണ ആ ഒരു അറ്റത്ത് വയ്ക്കാനാണ്. പിന്നെ നമ്മൾ നൈലോൺ ത്രെഡിൽ രണ്ട് സൈഡിലും 2 മുത്ത് വീതം കോർത്തെടുക്കുക. നൈലോൺ ത്രെഡ് 2 പാർട്ടായിട്ട് എടുക്കണം. ഒരൊറ്റ ത്രെഡായിട്ട് മതിയില്ല, 2 എണ്ണം വേണം. 2 സൈഡിലും 2 എണ്ണം കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു മുത്ത് എടുത്തിട്ട് 2 സൈഡും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഓപ്പോസിറ്റ് സൈഡായിട്ട് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഇങ്ങനെ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. മനസ്സിലായില്ലേ? ഇനി അടുത്തതായിട്ട് ഇതുപോലെ തന്നെ ചെയ്യാം. 2 സൈഡിലും 2 മുത്ത് വീതം കോർത്ത് എടുക്കുക. എന്നിട്ട് മുത്ത് കോർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു മുത്ത് കോർത്തിട്ട് ഓപ്പോസിറ്റ് സൈഡായിട്ട് കോർത്ത് കൊടുക്കുക. പിന്നെ രണ്ടാമത് പാർട്ടായിട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇതിൽ 5 ബീഡ്സ് ആവശ്യമാണ്. പിന്നെ വരുമ്പോൾ 4 ബീഡ്സ് ആഡ് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. ഒരു സൈഡിൽ 2 എണ്ണം മറ്റേ സൈഡിൽ 2 എണ്ണം കോർക്കുമ്പോൾ രണ്ടാമത് കോർക്കണ ആ മുത്ത് തന്നെയാണ് ഓപ്പോസിറ്റ് സൈഡായിട്ട് കോർത്ത് കൊടുക്കേണ്ടത്. അടുത്തതായിട്ട് വീണ്ടും കോർത്ത് കൊടുക്കുകയാണ്. വീഡിയോ ശ്രദ്ധിക്കണേ, എന്നാലേ മനസ്സിലാവുള്ളൂ. കോർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഏത് സൈഡാണോ ഒരു ഒറ്റ ബീഡ്സ് മാത്രം വെച്ചത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ഒരു ബീഡ്സാണ് എടുക്കേണ്ടത്. ഓപ്പോസിറ്റ് സൈഡിൽ പിന്നെ എടുക്കുക. ഇനി അടുത്തത് ചെയ്യുമ്പോൾ 2 ബീഡ്സ് ഉള്ള സ്ഥലത്താണ് പിന്നെ വരുമ്പോൾ ഒരു ബീഡ്സ് മാത്രം നിർത്തേണ്ടത്. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ മാലയുടെ പകുതി ഭാഗം ഏകദേശം ആയിട്ടുണ്ട്. ഇനി നടുവിൽ ഒരു വലിയ ബീഡ് ആഡ് ചെയ്യാണ്. അതിങ്ങനെ കോർത്ത് കൊടുത്തിട്ട് താഴെ വേറൊരു മുത്ത് കോർത്ത് കൊടുക്കുക, ചെറിയൊരു മുത്ത് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ആ വലിയ മുത്തിൻ്റെ ഉള്ളിലൂടെ അതേപോലെ തന്നെ മുകളിലേക്ക് കൊണ്ടുപോവുക. ടൈറ്റാക്കി കൊടുക്കണം കേട്ടോ.
ഇപ്പോൾ ടൈറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ വീണ്ടും കണ്ടിന്യൂ ചെയ്യാം. രണ്ട് സൈഡിൽ മുത്ത് കോർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് രണ്ട് മുത്തുള്ള ഒരു സൈഡിൽ രണ്ട് മുത്തും മറ്റേ സൈഡിൽ ഒരു മുത്ത് വെച്ചിട്ട് മറ്റേ മുത്തിൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് കോർത്ത് കൊടുക്കുക. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യും. ഏകദേശം കഴിയാനായിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്തതുപോലെ മാലയുടെ ലാസ്റ്റ് ഗോൾഡൻ ബീഡ് വെച്ച് കെട്ടി കൊടുക്കുക. എന്നിട്ട് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്കൊരു കമ്മലും കൂടി ആഡ് ചെയ്യേണ്ടതുണ്ട്. നമ്മൾ മാല ചെയ്തതുപോലെ ഒരു 4 പൂവ് മോഡലായിട്ടാണല്ലോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 4 എണ്ണം ലെവലിൽ എടുക്കുക. അപ്പോൾ 4 പൂവ് ഉണ്ടാക്കിയെടുക്കുക. ഇതുപോലെ 4 ഉണ്ടാക്കിയിട്ട് പിന്നെ നമ്മൾ ഹാങ് ചെയ്യണ ഹാങ്ങിങ്സുമേ ഇങ്ങനെ ജസ്റ്റ് കെട്ടി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു ലൈറ്റർ വെച്ചിട്ടോ ഒന്ന് ചൂടാക്കി കൊടുക്കണം. എന്നതത് സെറ്റായിട്ട് നിൽക്കുള്ളൂ. അത്രയേ ഉള്ളൂ. സൂപ്പറല്ലേ? അഭിപ്രായം പറയണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.